وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സമാദരണീയരായ അധ്യാപകർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥിത്വം പ്രതികൾ ആര് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നമ്മുടെ സമകാലീന സാഹചര്യങ്ങൾ നാം വിലയിരുത്തുമ്പോൾ നമ്മളുടെ സംസ്ഥാനവും രാജ്യവും അതിശയിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാവിയുടെ ദിശ നിർണയിക്കുന്ന രൂപത്തിലുള്ള ഒരു കുടിയേറ്റത്തിന്റെ വക്കിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. എത്രത്തോളം എന്ന് നാം പരിശോധിക്കുമ്പോൾ 2021-22 കാലയളവിലെ കേരളത്തിലെ ബാങ്കുകളിൽ ലോണുകൾ എടുത്ത കണക്കുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ 82,781 ആളുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിന് വേണ്ടി ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കേരളത്തിൽ നിന്ന് മാത്രമുള്ള ബാങ്കുകളിലെ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലൂടെ നാം പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കേരളവും ഇന്ത്യയും വിട്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതല്ലെങ്കിൽ കേരളത്തിനേക്കാളും ഇന്ത്യയെക്കാളും അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ നാടുകളിലേക്ക് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുടിയേറുന്നത് എന്തിനാണ് എന്ന് ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും നാം പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യമായി കുടിയേറ്റത്തിനെ 3 രൂപങ്ങളിലായി നമുക്ക് തരംതിരിക്കാം. അതിൽ നിന്നുള്ള ഒന്നാമത്തെ രൂപം 1970 നമ്മുടെ രാജ്യത്ത് നിന്ന് ഗൾഫ് നാടുകളിലേക്ക് അസംസ്കൃത എണ്ണയുടെ ഉൽപാദനം ഗൾഫ് നാടുകളിൽ ഗണ്യമായി വർദ്ധിച്ച സമയത്ത് നമ്മുടെ നാടുകളിൽ നിന്ന് ആളുകൾ ഗൾഫ് നാടുകളിലേക്ക് കുടിയേറി. അത് നമ്മുടെ നാടിന്റെ സാമ്പത്തിക പരിതസ്ഥിതി വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകളാണ് ആ കാലഘട്ടത്തിൽ ഗൾഫിലേക്ക് കുടിയേറിയത്. അതിനുശേഷം 1990കളുടെ തുടക്കത്തിൽ നമ്മുടെ നാടുകളിൽ നിന്നും ഇതേ ഗൾഫ് രാജ്യങ്ങളിലേക്കും അമേരിക്കയും US-ഉം കാനഡയും UK-യും പോലുള്ള രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനും മെച്ചപ്പെട്ട ജോലിക്കും വേണ്ടി കുറഞ്ഞ ആളുകൾ 1990കളുടെ തുടക്കത്തിൽ കുടിയേറി. അതിനുശേഷമാണ് 90കൾക്ക് ശേഷമാണ് ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള വലിയ വമ്പിച്ച രീതിയിലുള്ള കുടിയേറ്റത്തിന്റെ മാലപ്പടക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നാം കേരളത്തിലെ ഓരോ സർവകലാശാലകളും എടുത്ത് പരിശോധിച്ചാൽ ഒരു വർഷം ഒരു സർവകലാശാലയിൽ നിന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന ബിരുദ വിദ്യാർത്ഥികളിൽ നിന്ന് 12% ആളുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതായാണ് കണക്കുകൾ നമ്മോട് പറയുന്നത്. അതായത് കേരളത്തിൽ നിന്ന് മാത്രം 35,000 ആളുകൾ പ്രതിവർഷം വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ഇത്രയും സുഭിക്ഷമായ സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗതയിലെന്ന് നാം അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യത്തിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഒരു വർഷം 35,000 ആളുകളാണ് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ ഏത് രാജ്യങ്ങളിലേക്കാണ് ഇവർ പോകുന്നതെന്ന് നാം പരിശോധിക്കുമ്പോൾ വികസിത രാജ്യങ്ങളായ UK-യിലേക്കും കാനഡയിലേക്കും ഇറ്റലിയിലേക്കും ഒക്കെ പോകുന്നതിന്റെ പുറമെ നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരും വിയറ്റ്നാം പോലെയുള്ള അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യ പോലെയുള്ള അവികസിത രാജ്യങ്ങളിലേക്കും കുടിയേറുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. ഇനി എന്താണ് ആ പ്രശ്നം എന്നാണ് നാം അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ആദ്യമായിട്ട് ഈ വിദ്യാർത്ഥികൾ ഈ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിന്റെ കാരണങ്ങൾ നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അപര്യാപ്തമായ ഗവേഷണ സാധ്യതകൾ, അതുപോലെ തന്നെ ഈ കുടിയേറ്റത്തിലൂടെ നമ്മുടെ നാട്ടിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളില്ല. ഉദാഹരണമായി എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞ ഒരു ബിരുദധാരിയെ നാം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ വേതനം പോലും ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കില്ല എന്നുള്ളതാണ് അതിന്റെ പരമപ്രധാനമായ കാരണങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്?
നമ്മുടെ നാട്ടിൽ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങൾ കൊണ്ടുവരിക, വിദേശ യൂണിവേഴ്സിറ്റികളുമായി സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഗവേഷണ പദ്ധതികൾ നടപ്പാക്കുക, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക, ഇതെല്ലാമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനു പുറമെ അധ്യാപകരും സെൽഫ് അപ്ഡേറ്റഡ് ആയി വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ ഈ വിദ്യാർത്ഥി മൈഗ്രേഷന്, ഈ വിദ്യാർത്ഥി കുടിയേറ്റത്തിന് ഒരു ഉത്തമമായ പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാക്കുകളുടെ നിറനിലാവിൽ